ഹായ് അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയിലെ ജാറിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്, നമുക്ക് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, അത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് സാധാരണ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അളവനുസരിച്ച് എടുത്താൽ മതി. ചിക്കൻ എത്രയാണോ അതനുസരിച്ച് എടുത്താൽ മതി. ഈ മസാലക്കൂട്ടിനായിട്ട് നമ്മളെല്ലാം മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിഞ്ജീരകം പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം തന്നെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ പട്ട, ഏലക്ക, ഒരു 2 അല്ലി ഗ്രാമ്പു, ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നാരങ്ങ നീര് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. അപ്പം നമുക്കിതൊരു 20 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഉപ്പ് പിടിച്ചിരിക്കും. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കരിവേപ്പില ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. എരിവ് കൂടുതലായിട്ട് ആവശ്യമുള്ളവർ എരിവ് കൂട്ടിയിടാം. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് എരിവ് കുറച്ചിട്ടിട്ടുള്ളത്. അപ്പം ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വീട്ടിലാർക്കും തന്നെ തികയത്തില്ല വാങ്ങിച്ച് കഴിക്കാനായിട്ട്. ഇതാകുമ്പോൾ നമുക്കൊരു ചിക്കൻ എടുത്ത് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കണ്ടേ. എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പം അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.